ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഈ മഴയത്ത് എന്തെങ്കിലും വല്ല മധുരമുള്ളൊരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റത്തിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായില്ല. ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. ആദ്യം നമുക്ക് നമ്മുടെ ബ്രെഡൊക്കെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എന്താണുള്ളത്, ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ അതിലൊന്ന് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് അതിലാണ് ടോസ്റ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. അത്യാവശ്യം ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിന് പിന്നെ കാര്യമായിട്ട് ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. നമ്മുടെ പാലിൽ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കൽ. പാലിൽ ഡയറക്റ്റ് ഇടാണ്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു ബൗളിൽ മിക്സ് ആക്കിയിട്ടാണ് ഞാനവിടെ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്ക് നല്ല തരി ഒന്നും ഇല്ലാണ്ട് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും. പിന്നെ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗറൊക്കെ ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ശരിക്കും പണി. ഇനി ഇതൊന്ന് ജസ്റ്റ് ലെയറാക്കി എടുത്താൽ മാത്രം മതി. ആദ്യം ബ്രെഡ് വെച്ച് കൊടുക്കുക, പിന്നെ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ്, പിന്നെ ഒന്നുകൂടെ ബ്രെഡ് വെച്ച് കൊടുക്കുക. ഞാൻ പിന്നെ വീട്ടിൽ ഫ്രഷ് ക്രീം ഉള്ളത് കാരണം ജസ്റ്റ് ഒരു ലെയറായിട്ട് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പാലും ബ്രെഡും പിന്നെ എക്സ്ട്രാ വേണ്ടത് കസ്റ്റാർഡ് പൗഡർ മാത്രമാണ്. ആ 3 ഐറ്റം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റണ ഒരു സിമ്പിൾ ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കുക. കസ്റ്റാർഡിൻ്റെ മിക്സൊക്കെ നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സാണോ ഉള്ളത് അതനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബദാമാണ് ഇട്ട് കൊടുക്കണേ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും അല്ലാണ്ടും കഴിക്കാം കേട്ടോ. ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.